ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ മീൻകറി ആയിട്ടാണ്. ചെറിയ ചാള, നല്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയത്. കുരുമുളകിൻ്റെയൊക്കെ നല്ല ഒരു എന്താ പറയുക. ഓക്കെ, ഇത് മാത്രം മതി ചോറുന്ന. ഇന്ന് ഞാൻ മീൻകറി ആയിട്ടാണ്. ചെറിയ ചാള, നല്ല ഫ്രഷ്, നല്ല എന്തൊരു ചാള, നല്ല പച്ച ചാള കിട്ടിയ കുഞ്ഞൻ ചാള. അപ്പോൾ അത് 1 കിലോ ഉണ്ട്, ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പുണ്ടാക്കേ. മിക്സിയുടെ ചെറിയ ജാറെടുക്കാം. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയെ. ഇനി ഇതിനകത്ത് ഒരു 7 അല്ലി കൊച്ചെറിയ ഉള്ളി, 8-10 അല്ലി ഉണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് പുളി നമുക്കനുസരിച്ച്, അവരോട് ഇഷ്ടം അനുസരിച്ച്. ഇതിനകത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരെ. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. സ്റ്റൗ ഓണാക്കാം. ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തേ. ഉലുവയൊന്ന് പൊട്ടട്ടെ. നമ്മുടെ ഉലുവയെല്ലാം നല്ല മൂത്തേ. ഇനി ഇതിനകത്ത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത്, ഇതിലോട്ട് 2 കറിവേപ്പില ഇട്ട് കൊടുത്ത്, ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത്, ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇത് മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ചുകൊണ്ട് വെച്ചേക്കുന്ന അരപ്പില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കട്ടെ, തീ കുറച്ച്. മിക്സി എല്ലാം ഒന്ന് വടിച്ചിട്ട് കൊടുക്കേ.
നമുക്ക് മിക്സി കഴുകി ഒഴിക്കാം അതിനകത്തോട്ട്. ഇതെല്ലാം നല്ല മിക്സായിട്ട് ശക്കല ഒന്ന് കൂട്ടിയിട്ടെ. ഇത് പച്ച മണം ഒന്ന് മാറട്ടെ. ഓക്കെ, നമ്മുടെ അരപ്പൊക്കെ നല്ല റെഡിയായി. ഇനി ഇതിലോട്ട് ഒരു ഇടത്തരം 2 തക്കാളി അരിഞ്ഞതേ അതിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഈ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം, മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിന് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടേ. ഓനൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ്. തീ സിമ്മിൽ നിന്ന് സ്വല്പവും കൂടെ കൂട്ടാം. മീഡിയത്തിനും സിമ്മിനും ഇടയ്ക്ക് വെക്കാം. ഞാൻ എടുക്കട്ടെ. ഇത് ഞാൻ കവർ ചെയ്ത് കൊടുത്ത് ഒന്ന് വെന്ത് കിട്ടട്ടെ. തക്കാളി ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരു 2 മിനിറ്റായി. ഓക്കെ, ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇത്രയും വെന്താൽ മതി. കുഴഞ്ഞൊന്നും പോകണ്ട. ഇത്രയും മതി. ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കല്ലേ. ഇനി മീനുമായിട്ട് കിടന്ന് വേവണ്ടേ ഇല്ലേ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ മീന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതിയേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് കൂട്ടാം. ഒന്ന് തിളയ്ക്കട്ടെ. ഇതിൻ്റെ അരപ്പ് തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പ് നല്ല തിളച്ചേ. ഇതിനകത്തോട്ട് ഈ കഴുകി വെച്ചേക്കുന്ന മീനില്ലേ ഇതിട്ട് കൊടുക്കാം. ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് തീ വീണ്ടും കുറച്ചിട്ട് അങ്ങ് തീരെ സിമ്മാക്കണ്ടേ. മീഡിയത്തിനും സിമ്മിനും ഇടയിൽ തന്നെ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ എടുത്ത് തിളയ്ക്കട്ടെ, വേവട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കറി നോക്കിയാലോ, ഒരു 5-6 മിനിറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. നല്ല മണമുണ്ട്. ഓക്കെ, നല്ല ഞാനങ്ങ് തീരെ അങ്ങ് വറ്റിക്കുന്നില്ല. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഇല്ലേ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കേ. ആ കുരുമുളകിൻ്റെ മണമില്ലേ, കുരുമുളകല്ലേ ഇതിനകത്ത് തോനെ കുരുമുളക് പൊടിയായിട്ട് കൊടുത്തേക്കുന്നത്. അടിയിലങ്ങ് പിടിക്കില്ല. കാര്യം ഒത്തിരി ഒന്നും വറ്റിച്ചിട്ടില്ല. തീ പിന്നെ കുറഞ്ഞല്ലേ കിടക്കുന്നത്. ഇനി ഇതിനകത്ത് 2 കറിവേപ്പില ഇട്ട് ഒരു 3 പച്ചമുളക് 2ആയിട്ട് പിളർന്നത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കേ. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ കറി നോക്കേ. എന്തൊരു മണമാത്രയാവോ ഇതിന്. ഭയങ്കര മണമുണ്ട് ഇതിന്. അടിപൊളി മണമാണ്. ഇതൊന്ന് നമുക്ക് ചുറ്റി നോക്കാം.
ഓക്കെ, സൂപ്പർ കറിയാണ് ഇത്. നമ്മുടെ കറി ഇങ്ങോട്ട് വെക്കാം, താഴോട്ട് വെക്കാം. ഇത് ഓക്കെ, ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടേ, അതിനകത്തോട്ട് ഈ കറി ഒഴിക്കാം. ഓക്കെ, മീനൊന്നും പോയിട്ടില്ല, ഇളകി പോയിട്ടില്ല, പൊടിഞ്ഞു പോയിട്ടില്ലേ. നല്ല സൂപ്പർ, വായിന്ന് തന്നെ വെള്ളം വരുന്നു. നല്ല ടേസ്റ്റ്, അത്രയ്ക്ക് ടേസ്റ്റായത്. കുരുമുളകിൻ്റെയൊക്കെ നല്ല ഒരു എന്താ പറയുക. ഓക്കെ, ഇത് മാത്രം മതി ചോറുണ്ണാൻ. സത്യം പറയുവാണെങ്കിൽ ഇത് മാത്രം മതി. അപ്പോൾ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഫോളോ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം